ഗൈസ്, അപ്പോൾ ഇന്നുണ്ടല്ലോ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ അവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുമ്പ് KPയുടെയും ഷൈജുവിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് അവരുടെ കല്യാണമാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ തലേന്നത്തെ പരിപാടിക്ക് നമ്മൾ പോവാണ്. 6-ാം തീയതിയാണ് അവരുടെ ഫംഗ്ഷൻ വരുന്നത്. 4-ാം തീയതി അവൻ്റെ വീട്ടിൽ മധുരം വെപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം അവൻ്റെ വീട്ടിലൊക്കെയാണ് പോയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അവിടെ ആശംസകളൊക്കെ നേർന്ന് ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിലൊരു കുഞ്ഞു പരിപാടിയായിരുന്നു. അവൻ നേരത്തെ കയറി സീറ്റ് പിടിച്ച അവിടെ ഇരിപ്പാണ്. ഇത് അവൻ്റെ ഫാമിലിയാണ്. അവൻ്റെ ചേട്ടൻ, അനിയൻ, അച്ഛൻ, അമ്മ, അവൻ്റെ ഫാമിലിയാണ്. KP ഓൺ ദി വേ ആണ്. അവൾ സാരി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് അവൾ ഒന്നും പറയാനില്ല. കല്യാണ ചെക്കനാണ് ഗൈസ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓടി നടന്നവൻ ആൾക്കാരെ മൂടും തങ്ങി ജയനെ പോലെ. നിനക്ക് ഈ അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അങ്ങനെ അവരൊന്നിക്കാണ്, സുഹൃത്തുക്കളെ ഒന്നിക്കാണ്. അവൻ്റെ കൈ കൊടുത്ത് അവളെ സ്റ്റേജിലേക്ക് കയറ്റി. അവരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ പോവാണ് ഞാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കും അവൾക്ക്. മാങ്ങാക്കറി, ബീഫ്, കഴിക്കൂ. എന്റെ മുടി കാരണം ഒന്നും കഴിഞ്ഞില്ല. ചേട്ടാ വീഡിയോയിലിടാം. അങ്ങനെ അവൻ്റെ വീട്ടിലെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ 5-ാം തീയതി സൺഡേ അവളുടെ വീട്ടിൽ ഹൽദി പോലെയൊന്നുമല്ല, അതും ചെറിയ പരിപാടിയായിട്ട് തന്നെയാണ് നടത്തുന്നവർ. അപ്പോൾ അവന് ചെറിയൊരു തലേന്നത്തെ പരിപാടി ഉണ്ടായിരുന്നു. അതിനെല്ലാം നമ്മൾ എല്ലാവരും കൂടെ അവളുടെ വീട്ടിലെത്തിയേക്കാണ്. കിച്ചുവിൻ്റെ ചിത്തുരു ഹായ് പറ. ഹായ് കല്യാണ പെണ്ണ. ഹലോ ഗൈസ്, ഇതാണ് കല്യാണ പെണ്ണ്. അഭിനയം അങ്ങനെ നമ്മളും ആ കേക്കൊക്കെ കട്ട് ചെയ്തു, അവിടെയുള്ള എല്ലാവർക്കും കൊടുത്ത് നമ്മൾ ചെറിയ രീതിയിലൊന്ന് ആഘോഷിച്ചതാണ് കേട്ടോ. നമ്മുടെ KPക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. നമ്മുടെ കൂടപ്പിറപ്പായിട്ട് കൂടിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ ഒരു സന്തോഷം, അവൾക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് നമ്മുടെ ഒരു റിങ്ങാണ്.
അവളുടെ വീട്ടിൽ മാങ്ങക്കറി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ എന്തോ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു, അച്ചാറും അത്ര ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അതൊക്കെ വയറിറച്ച് കഴിച്ചു. അങ്ങനെ ഇതാ നമ്മൾ വിചാരിച്ച ദിവസം വന്നെത്തി, അവളുടെ കല്യാണ ദിവസം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് സാരി ഉടുക്കാൻ അത്ര നന്നായിട്ടൊന്നും അറിയില്ല. എനിക്ക് ഉടുക്കാനേ അറിയാൻ പാടില്ല. ഫ്രണ്ട്സാണ് ഉടുപ്പിച്ചത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്നാലും കൊള്ളാം, എനിക്കിഷ്ടമായി. ഇവളാണ് എനിക്ക് സാരി ഉടുപ്പിച്ചു തന്ന മെയിൻ ആൾ. പിന്നെ സെലു നെക്സ്റ്റ് മണവാട്ടിയാണ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, ഞങ്ങളുടെ തോട്ടിക്കോല്, ഞങ്ങളുടെ ഇന്ദു കൊച്ച്. ഇപ്പോൾ വരുമല്ലോ, വലിഞ്ഞേറി വരും. അതെ, വന്നു. പിന്നെ ഞങ്ങളുടെ ചെറിയ രീതിയിലുള്ളൊരു പട്ടിഷോയൊക്കെ ഉണ്ട്. റാമ്പ് വാക്കാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ നടക്കുമ്പോൾ എല്ലാവരും പറയും തല്ലാൻ നടക്കണ പോലെയാണോ എന്ന്. ഞാൻ അതുപോലെയാണ് നടക്കുക. പിന്നെ ചാടി വന്നു, ഹായ് ഇന്ദു. അങ്ങനെ നോക്ക്, ഇങ്ങനെ നോക്ക്. അങ്ങനെ നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് കെട്ട് കാണാൻ വേണ്ടി പോയി. പരിയാരം പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ കെട്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച കുറേ കുട്ടികളുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കല്യാണത്തിനും എൻഗേജ്മെൻറ്റ് അങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെയാണ് നമ്മൾ കാണാറുള്ളൂ. 10 വർഷം കഴിയാണ്ട് ഗെറ്റ് ടുഗദർ വെക്കണില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും കണ്ടു, സംസാരിച്ചു, കുറേ നേരം സംസാരിച്ചു, കുറേ വർത്തമാനം പറഞ്ഞു, കുറേ സെൽഫി എടുത്തു. അതെ, അവർ കെട്ടും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി. കേപ്പിനെ ഉടുപ്പിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്ത് ഹൈറ്റ്, ഭയങ്കര ഹൈറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു അവനും അതെ, അവൾക്കും അതെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പള്ളി ഹാളിലേക്ക് വന്നു, ലൈമൊക്കെ കുടിച്ചു. എന്തിനും ഏതിനും നമ്മുടെ ബിനോയ് ചേട്ടൻ ഉണ്ട് കേട്ടോ. ബിനോയ് ചേട്ടൻ അടിപൊളിയാണ്, ഭയങ്കര കമ്പനിയാണ്. നമ്മുടെ കുറേ ഫോട്ടോസ് എടുത്തു തന്നു, നല്ല നല്ല ഒരുപാട് ഫോട്ടോസ് എടുത്തു തന്നു. അപ്പോൾ ഇൻസ്റ്റയിൽ കാൻഡിഡ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആളുടെ പേജ് കിട്ടും കേട്ടോ. ആക്ച്വലി ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എടുത്ത വീഡിയോ ആണത്. അങ്ങനെ നമ്മുടെ മെയിൻ സാധനം വന്നു, ഫുഡ് വന്നു. ചോറായിരുന്നു, വെള്ളച്ചോറ്, മീൻ കറി, പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, ചിക്കൻ വറുത്തതുണ്ടായിരുന്നു, മാങ്ങക്കറി ഉണ്ടായിരുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ കാളൻ, ഉപ്പേരി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് പിന്നെ ആ ഭാഗം ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ട് ഞാൻ എടുത്തില്ല. അച്ചാറ് പേരിന്. ചിക്കൻ വറുത്തത് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ തലേന്ന് ബീഫ് ഉണ്ടായിരുന്നു, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായി. അത് കുറച്ച് ഇങ്ങനെ ഗ്രേവി ടൈപ്പ് ആയിരുന്നു, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കുറച്ച് മുറുക്കുണ്ടായിരുന്നു. കിട്ടി. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്, കാരണം വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ എനിക്ക് പിന്നെ കൊണ്ട് ഷൈജുവിൻ്റെ വീട്ടിലാക്കാന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് പോകേണ്ട അത്യാവശ്യമുള്ള കാരണം കൊണ്ട് നമ്മൾ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ KPക്കും ഷൈജുവിനും ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.